കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം. അത് വളരെ രഹസ്യമായിട്ടുള്ള ഈ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. ഇത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ വികൽപ്പം എന്നാൽ രണ്ട്, ഇവിടെ പ്രപഞ്ചം എന്ന ഒന്നുണ്ട്, ഈശ്വരൻ ഒന്ന് വേറെയുണ്ട്. ഇങ്ങനെയുള്ള ഈ ഭ്രമമൊക്കെ മാറും. മുമ്പിനാൽ ഞാൻ ആദ്യം മായാസ്വരൂപത്തെ ചൊല്ലിയിടുവൻ അൻപോട്, പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. ആദ്യം ഈ ജ്ഞാനത്തെ മറച്ചു കളയുന്ന മായയുടെ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ പറയാം. എന്നിട്ട് ജ്ഞാനത്തെക്കുറിച്ച്, ആ ജ്ഞാനം എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് പറയാം. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നീട് ഈ അറിവ് എങ്ങനെ അനുഭവപ്പെടുത്താം എന്നും ഞാൻ പറയാം. വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. ഏതൊന്നിനെയാണോ അറിയേണ്ടത്, അങ്ങനെ അറിയപ്പെടേണ്ടതായ ആ ആത്മസ്വരൂപത്തെക്കുറിച്ചും ഞാൻ പറയാമല്ലോ. ജ്ഞേയമായുള്ള അറിയേണ്ടതായിട്ടുള്ള പരമാത്മാനം അറിയുമ്പോൾ, ആ പരമാത്മാവിനെ കുറിച്ചറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ഈ മായാ സംബന്ധത്താലുള്ള ഭയം, അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്ര ഭയം, അതൊക്കെ നീങ്ങുമല്ലോ. ഇനി എന്താണ് മായ എന്ന് പറയുന്നു? ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. ഇവിടെ ആത്മാവായിട്ട്, ആ പരമാത്മാവായിട്ട് ഒന്നു മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ. പക്ഷേ ആത്മാവല്ലാത്ത ദേഹാദികളിൽ ആത്മാവാണ്, ഇതാണ് ഞാൻ എന്നുള്ള ബോധം, അതെന്താണോ ഈ ജഗത്തിൽ, ഈ മൂന്ന് ജഗത്തിലുമുള്ളത്, ഇതാണ് മായയാകുന്നത്. മായയാകുന്നത് നിർണയം, ഇതാണ് മായ. ആത്മാവല്ലാത്ത ദേഹത്തിനെ ആത്മാവാണെന്ന് കരുതി ആ ദേഹവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ സംഘം വെക്കുക. ആ ദേഹത്തിന് സുഖം വരണം, ദേഹത്തെ അറിയുന്ന മനസ്സിന് സുഖം വരണം, ഇങ്ങനെയുള്ള ചിന്തകളിൽ പെട്ട് ഉഴറുന്നു. ഇതാണ് മായ. ഇങ്ങനെയുള്ള മായ ഉള്ളത് കൊണ്ടാണ് കായസംബന്ധമാകും ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസാരം, ഈ ലോകമുണ്ട് എന്ന് തോന്നുന്നത്, സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ ആവരണങ്ങൾ എന്ന് രണ്ടു രൂപം മായയ്ക്ക് എന്നറിക സൗമിത്രേ നീ. ഈ മായ ഇവിടെ പ്രകടമാകുന്നത് തൻ്റെ രണ്ട് ശക്തികളെ കൊണ്ടാണ്. ഒന്ന് വിക്ഷേപം, മറ്റൊന്ന് ആവരണം. ഇതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നു. ആദ്യത്തെ വിക്ഷേപമാണ്. ഈ ലോകമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ വിക്ഷേപ ശക്തിയാണ് എന്നതറിയുക അതിസ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും. ഇത് തന്നെ സ്ഥൂലം സൂക്ഷ്മം ഇങ്ങനെയുള്ള ഭേദങ്ങളോടുകൂടെ ഈ വിക്ഷേപശക്തി സത്വരജ തമോ ഗുണങ്ങളായിട്ട് മാറിയിട്ടാണ് ഇവിടെ ഈ പ്രപഞ്ചമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്. ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും. ഈ മായയിലാണ് ആദ്യം ലിംഗാദി എന്നാൽ അന്തഃകരണാദി മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം, ഇവിടെ ഞാൻ എന്ന ഒരു വ്യക്തി പ്രത്യേകമായി ഉണ്ടെന്ന ബോധമാണ്, ആ ഒരു ചിന്തയാണ് അഹങ്കാരം. ഇങ്ങനെയുള്ള ഈ അന്തഃകരണത്തെയാണ് ലിംഗാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തുടങ്ങി ഇങ്ങോട്ട് ബ്രഹ്മാവ് മുതൽ തുടങ്ങി ഈ ഏറ്റവും ചെറിയ പ്രാണി വരെ ഇതൊക്കെ തന്നെ ആ അവിദ്യാരൂപമാണ്. മായയുടെ ഈ അവിദ്യാരൂപത്തിൽ നിന്നാണ് നമുക്ക് സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നത്. ഇങ്ങനെ ഇവിടെ എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് കുറച്ചു പേരുണ്ട് എന്നും അവരോട് എനിക്ക് ഇഷ്ടമുണ്ട്, കുറച്ചു പേരെ എനിക്കിഷ്ടമല്ല, ഇങ്ങനെയുള്ള ഒരു സംഘം ഈ ദോഷമാണ്. ഇതൊക്കെ ഒരു ദോഷമായിട്ട് പറയുന്നു.
ഈ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതൊക്കെ അവിദ്യാരൂപമായിട്ടുള്ള മായയാണ്. അതേസമയം ഇതേ മായ തന്നെ ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത്. ഈ മായയ്ക്കപ്പുറത്ത്, എന്നാൽ മായയിൽ തന്നെ ആ വിദ്യാസ്വരൂപം ഉണ്ട് എന്നാണ് പറയുന്നത്. മായയുടെ തന്നെ വിദ്യാസ്വരൂപമുണ്ട്. അത് ആ പരമാത്മാവിലേക്ക് എത്തിക്കുന്ന വഴിയാണത്. അതാണ് ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. ഈ മായയുടെ വിദ്യാരൂപത്തെ അറിഞ്ഞാൽ അത് നമുക്ക് ആനന്ദത്തെ തരുന്നു. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. ഈ മായയാണ് ഇങ്ങനെയൊരു വിശ്വമുണ്ടെന്ന് കൽപ്പിക്കുകയാണ്, അവിടെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മായ കൊണ്ടല്ലോ വിശ്വം ഉണ്ടെന്ന് തോന്നിക്കുന്നു. ഇവിടെ ലോകം ഉണ്ടെന്നത് ഒരു തോന്നലാണ്. അത് മായയുടെ ആവരണം കൊണ്ടാണ്. അതിന് എല്ലായ്പ്പോഴും പറയുന്ന ഉദാഹരണമാണ് രജ്ജു ഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ. രജ്ജു കയറിൻ്റെ ഖണ്ഡം, കഷണത്തിൽ ഒരു കയറ് കഷണം ഒന്ന് തിരിഞ്ഞു പോയാൽ ഒരു അരണ്ട വെളിച്ചത്തിൽ പെട്ടെന്ന് പന്നകം സർപ്പമാണോ പാമ്പാണോ എന്ന് തോന്നുന്നത് പോലെയാണ് ചൈതന്യം മാത്രമുള്ള ഈ ജഗത്തിൽ ചരാചരങ്ങളായിട്ട് ഒരു ലോകം ഉണ്ട് എന്ന് തോന്നുന്നത്. നിശ്ചയം വിചാരിക്കിൽ ഏതും ഒന്നില്ല. യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ ഉണർന്നവന് ഇവിടെ താൻ കണ്ടതൊക്കെ വെറും സ്വപ്നമായിരുന്നു എന്നതുപോലെ ആ മായയിൽ നിന്ന് ഉണർന്നവന് മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലോകമേ ഇല്ല എന്ന് മനസ്സിലാവുകയുള്ളൂ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും അവർ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഒപ്പം മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം, ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ്. വിചാരിക്കലില്ലാതൊന്നല്ലോ, ഇല്ലാത്ത ഒന്നിനെ നമ്മളായിട്ട് സങ്കല്പിച്ച് ഉണ്ടാക്കുകയാണ്. വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ഉണ്ടാകേണ്ട. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഈ രണ്ട് എന്ന ചിന്ത ഇല്ലാതാക്കുക, വികൽപ്പം ഉണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം. ഇവിടെ ഈ ജന്മസംസാരം, ഈ ഒരു ലോകം എന്നതൊരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ വേര് എന്ന് പറയുന്നത് ഈ ദേഹാഭിമാനമാണ്. അതാണ് ജന്മസംസാര വൃക്ഷത്തിന് മൂലമായിരിക്കുന്നത്, അതിന് വേരായിട്ടിരിക്കുന്നത് ദേഹമാണ്. ദേഹം ഉണ്ടാകുമ്പോഴാണ് ഈ ദേഹത്തോട് അഭിമാനമുണ്ടാവുന്നതും അതുമായി ബന്ധപ്പെട്ട തന്മൂലം പുത്ര കളത്രാദി സംബന്ധമെല്ലാം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, ഇങ്ങനെ ഒരു ബന്ധമൊക്കെ നമ്മളായിട്ട് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം. ഈ ദേഹം എന്നത് പഞ്ചഭൂതങ്ങളുടെ ഒരു സമ്മേളനമാണ്. ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഈ ദേഹത്തോടുള്ള നമ്മുടെ ഈ ഒരു സംബന്ധം അതൊക്കെ ഈ മായയിൽപ്പെട്ട് നമുക്ക് തോന്നുന്നതാണ്. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി, മനസ്സ്, ചിത്തം ഇവയൊക്കെ മൂലപ്രകൃതി എന്നിതെല്ലാം. ഇന്ദ്രിയ ദശകം 10 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം ഇവയെല്ലാം ചേർന്ന ആ അന്തഃകരണവും മൂലപ്രകൃതിയാണ്. ഇതൊക്കെ ആ മായയിൽ നിന്നുണ്ടായതാണ്. ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ഇതൊക്കെ ഒരുമിച്ച് അങ്ങനെ ഒന്നിൽ സമ്മേളിക്കുമ്പോഴാണ് ഓർത്തു കണ്ടാൽ, അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെ ക്ഷേത്രം എന്ന് പറയാം. അതായത് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സങ്കലനമാണ് ക്ഷേത്രമായത്. ദേഹമെന്നുമുണ്ടല്ലോ നാമം. ഈ ദേഹത്തിനെ തന്നെയാണ് ക്ഷേത്രം എന്ന് വിളിക്കുന്നത്.
ഈ മൂലപ്രകൃതിയിൽ നിന്നുണ്ടായ 10 ഇന്ദ്രിയങ്ങളും അന്തഃകരണവും പഞ്ചഭൂതങ്ങൾ ചേർന്ന ഈ ഒരു ശരീരവും എല്ലാം കൂടെ ചേർന്നതാണ് ഈ ദേഹം. എന്നിവറ്റിങ്കൽ നിന്ന് വേറൊന്ന് ജീവനതും. എന്നാൽ ഈ നിശ്ചലമായിട്ടുള്ള ജഡമായിട്ടുള്ള ഈ ദേഹത്തെ നിലനിർത്തുന്നത് അതിൽ നിന്നും ഭിന്നനായിട്ടുള്ള അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജീവനാണ്. നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. നിശ്ചലൻ എന്നാൽ അവിടെ ജഡം എന്നല്ല, ചലിപ്പിക്കുന്ന ശക്തി എപ്പോഴും അവിടെ നിശ്ചലമായിട്ട് ഇരിക്കും. എന്നാൽ ചൈതന്യവത്താണ്. നിരാമയൻ, ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ. ഇനി ജീവാത്മാവിനെ കുറിച്ച് പറയാം. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഇത് രണ്ടല്ല. ഒന്ന് ബിംബമാണെങ്കിൽ മറ്റൊന്ന് പ്രതിബിംബം. ഇനി അല്ലെങ്കിൽ ഇത് പര്യായ പദങ്ങളാണ്. രണ്ടും ഒരേ ശക്തിയുടെ ഒരേ ചൈതന്യത്തിൻ്റെ 2 പേരുകൾ. ഒന്ന് സമഷ്ടിയിൽ, അതായത് ആ ഒരു ടോട്ടാലിറ്റി, മറ്റൊന്ന് വെഷ്ടി, ഓരോ വ്യക്തിഗതമായിട്ട്. ഇത് മാത്രമാണ് വ്യത്യാസം. ഭേദം ഏതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ, അവരാണ് ഇതിന് ഭേദമുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനി മാനവും ഡംഭം, ഹിംസ, വക്രത്വം, കാമം, ക്രോധം, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഈശ്വരനെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതെ പോകുന്നത്? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അഭിമാനബോധം, അതും ഈ ദേഹം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഒരു വ്യക്തി എന്ന അഭിമാനബോധം. ഇനി ഡംഭം, ഞാൻ എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞവനാണ് എന്ന ആ ഒരു കപടമായ ധാർമ്മിക ബോധമാണ് ഡംഭം. ഹിംസ, മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നത് ഹിംസ. വക്രത്വം, അതായത് നേരെ കാര്യങ്ങൾ പറയാതെ ഒരു കാര്യവുമില്ലാതെയൊക്കെ കളവ് പറയുക, കാര്യങ്ങൾ വളച്ചു കെട്ടി പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഒരിക്കലും നല്ലതല്ല. അതാണ് വക്രത്വം. കാമം, എത്രയൊക്കെ അനുഭവിച്ചാലും തീരാത്ത ആഗ്രഹങ്ങൾ. ഇനി അതിൻ്റെ ബാക്കി പത്രമായി വരുന്ന ക്രോധം. ഇതൊക്കെ മാനസേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം. ഇതൊക്കെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ തന്നെ സന്തോഷം അത് സ്വാഭാവികമായി വന്നു ചേരും. ഒപ്പം അന്യ ആക്ഷേപാദികളും. ഈ ലോകത്ത് നമ്മളിനി എങ്ങനെ നന്നായി ജീവിച്ചാലും അങ്ങനെയുള്ളവരെയും ആക്ഷേപിക്കാൻ ഇവിടെ ആളുകളുണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ നല്ലത് കേൾക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്ന ചിന്തയാൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ സഹിക്കുക എന്ന് വെച്ചാൽ അതിനെയൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെ സമബുദ്ധിയ മന്യൂഭാവവും, ഇവിടെ ആ ഒരു മാനഭാവം, ഞാൻ എന്ന ഭാവം വരുമ്പോഴാണ് ഈ ആക്ഷേപങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ആ ഒരു ഈഗോ ഉള്ളിലുണ്ടാകുമ്പോഴാണ്. അതിനെ കളഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മെ ബാധിക്കില്ല. അങ്ങനെ അതിനെയൊക്കെ അകലെ കളഞ്ഞ് അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത്. എന്തിനാണ് നമുക്ക് ഈ മനുഷ്യജന്മം? നമ്മെ തന്നെ ശുദ്ധീകരിക്കാനാണ്. അതുകൊണ്ട് ആ ഒരു ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ ഗുരുവിൻ്റെ സേവ ചെയ്ത് നിജ ചിത്തശുദ്ധിയും, ആദ്യം മനഃശുദ്ധി വരുത്തണം. ചിത്തശുദ്ധിയും പിന്നെ ദേഹശുദ്ധിയും. ഇപ്പോൾ ദേഹശുദ്ധിക്ക് മാത്രമാണ് പൊതുവെ എല്ലാവരും വലിയ നിഷ്ഠകളൊക്കെ കൊടുക്കുന്നത്. എന്നാൽ ചിത്തശുദ്ധിയാണ് വളരെ വളരെ പ്രധാനം. ഇതൊക്കെ കൊണ്ട് നിത്യവും സത്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ ചെയ്യുന്നതൊക്കെ നല്ല കർമ്മങ്ങളായിരിക്കണം. എന്നിട്ട് സത്യത്തെ സമാശ്രയിച്ച് ആനന്ദസ്വരൂപനായിട്ട്, സത്യമായിട്ടുള്ളതിനെ ആശ്രയിക്കുന്നയാൾക്ക് ഒരിക്കലും കളവ് പറയാൻ പറ്റില്ല, കളവ് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വാക്കും സത്യവാക്കായി തീരും. അങ്ങനെ ആനന്ദസ്വരൂപനായി മാനസ വചന ദേഹങ്ങളെ അടക്കി
തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിക്കാതെ. നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് പ്രവൃത്തിയായിട്ട് വരുന്നത്. അപ്പോൾ ചിന്തകളെ തന്നെ നമ്മൾ ഒന്ന് സംസ്കരിച്ചെടുക്കണം. അപ്പോൾ വിഷയങ്ങളെക്കുറിച്ച്, വിഷയചിന്തകളെ വെടിഞ്ഞ് കഴിയുന്നത്ര ഈശ്വര ചിന്തയിൽ ഇരിക്കണം. ഇനി ഇങ്ങനെ ഈശ്വര ചിന്തയിൽ ഇരിക്കാനും വൈരാഗ്യം വരാനും ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ജനന ജരാ മരണങ്ങളെ ചിന്തിച്ച്, ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഉള്ളിൽ ഈ ലൗകികതയോട് ഒരു ആഭിമുഖ്യം വരുമ്പോഴൊക്കെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ ആരോടൊക്കെ ഈ അടുപ്പം കാണിക്കുന്നുവോ അവരെത്ര കാലം ഈ ലോകത്തുണ്ടാകും? എനിക്ക് എത്ര കാലം അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും? അവർക്ക് എത്ര കാലം എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റും? ഇതൊക്കെ താൽക്കാലികമാണ്. എനിക്കും അവർക്കുമൊക്കെ പ്രായമാകും, ജര വരും, മരണമുണ്ട്. ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴും വന്നു കഴിയുമ്പോൾ തന്നെ ഉള്ളിൽ അനഹങ്കാരം വരും. ഒന്നിലും അഹങ്കരിക്കാൻ തോന്നുകയില്ല. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാത്ത ഈ ലോകത്തിൽ എന്തിനെ കുറിച്ച് ഓർത്താണ് നമ്മൾ അഹങ്കരിക്കുന്നത്? മാത്രമല്ല സമഭാവനയോടും. ഇവിടെ ചിന്തിച്ചാൽ നമ്മുടേതായിട്ടുള്ള ഒരു സങ്കല്പമാണ് വലിയവൻ ചെറിയവൻ എന്നൊക്കെയുള്ള ഈ ഒരു വേർതിരിവ്. അതൊക്കെ മാറ്റിവെച്ച് എല്ലാം ഒരേ ഈശ്വര ചൈതന്യമാണ്. ഇനി ദേഹമെടുത്താലും എന്താ വ്യത്യാസം? ചില നിറവ്യത്യാസങ്ങളല്ലാതെ ദേഹത്തിലുള്ളതിനും അതിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്കും ഒന്നിനും ഒരു വ്യത്യാസമില്ല. അപ്പോ ഈ വ്യത്യാസമൊക്കെ നമ്മളായിട്ടുണ്ടാക്കിയതാണ്. അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് സമഭാവനയോടും സർവ ആത്മാവാകും എങ്കൽ ഭഗവാൻ പറയുന്നു, ഞാനാണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലെ ആത്മാവ് എന്ന് ചിന്തിച്ച് എന്നിൽ ഉറച്ച മനസ്സോടും സർവദ എല്ലായ്പ്പോഴും രാമരാമേത്യമിത ജപത്തോടും. നിങ്ങൾക്ക് എത്ര ജപിച്ചാലും അത് കൂടുതലല്ല. ഇത്ര പ്രാവശ്യം എന്നൊരു നമ്മൾ സംഖ്യയൊക്കെ വെക്കാറുണ്ട്, 108, 1008. പക്ഷെ അതൊക്കെ അത്രയെങ്കിലും ജപിക്കട്ടെ എന്ന് വിചാരിച്ചാണ്, ഒരിക്കലും കൂടുതലല്ല. അതുകൊണ്ട് അമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു. ഇവിടെ പുത്രന്മാരോടും ഭാര്യമാരോടും ഭാര്യയിലും ബന്ധുക്കളിലുമൊക്കെ നിസ്നേഹത്വം, അവരെ സ്നേഹിക്കരുത് എന്നാണ്. അപ്പൊ ഇവിടെ സ്നേഹിക്കരുത് എന്ന് വെച്ചാൽ സംഘം വെക്കാതിരിക്കുക, മമത്വം, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, ഇങ്ങനെ ഈ എൻ്റെ എന്നുള്ളതിന് അങ്ങോട്ട് സ്ട്രെസ് കൊടുക്കാതിരുന്നാൽ മതി. ഒന്നും ആർക്കും സ്വന്തമല്ല. ആരും ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് ഇല്ലാതെയാകും. അപ്പോൾ ഏതോ ജന്മത്തിലെ ചില കർമ്മഫലങ്ങളാൽ ചിലവർ കൂടിച്ചേർന്നിരിക്കുന്നു കുറച്ചു നാളത്തേക്ക് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അവരെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക. എൻ്റേതായതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്നല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ എല്ലാവരെയും കണ്ട് സ്നേഹിക്കുക. ശക്തിയും ഒന്നെങ്കിലും കൂടാതെ, അതാണ് ആ ശക്തി, ആസക്തിയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. അല്ലാതെ അവരെ വെറുക്കുക എന്നല്ല അർത്ഥം. ആസക്തിയാണ് ഇല്ലാതെയാക്കേണ്ടത്. കൂടാതെ നിരന്തരം ഇഷ്ട അനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട്, നമ്മളോട് ആരെങ്കിലും ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചാലും അനിഷ്ടമുള്ളത് പ്രവർത്തിച്ചാലും അതിനോടൊന്നും ഒരു പ്രത്യേക ഒരു വ്യത്യാസം കാണിക്കാതെ എല്ലാം തുല്യഭാവത്തോട് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ സന്തുഷ്ടനായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ലക്ഷ്മണൻ ചോദിച്ചത് ആത്മോപദേശത്തിനാണ്. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുടുംബത്തിൽ ഇരുന്നാൽ പോലും ഇടക്കൊക്കെ നമ്മുടേതായ ഒരു സാധനയ്ക്ക് സമയം കണ്ടെത്തുക തന്നെ വേണം. അത് ഉത്തരവാദിത്തമൊക്കെ തീരുന്നതിന് മുൻപേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ കർമ്മയോഗം നമുക്ക് ആചരിക്കാവുന്നതാണ്. എന്നാൽ മക്കളൊക്കെ വലുതായി അവരുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ സാധനയ്ക്ക് ഏറ്റവും നല്ല സമയം എന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം.
അല്ലാതെ അപ്പോഴും മക്കളെ വിളിച്ച് അവരുടെ അടുത്ത് പോയി അവരിങ്ങോട്ട് വരുന്നത് കാത്തിരുന്ന് ഇങ്ങനെ വെറുതെ സമയം കളയരുത്. കാരണം ഈ മനുഷ്യജീവിതം അമൂല്യമാണ്. അപ്പോൾ കിട്ടുന്ന സമയം സാധനയ്ക്കായിട്ട് നമ്മൾ ചെലവഴിക്കണം. അതിനായിട്ട് വിവിക്ത ശുദ്ധസ്ഥലേ, സാധന ചെയ്യാനായിട്ട് ഒരു സ്ഥലം നമ്മളായിട്ട് തയ്യാറാക്കണം. എന്നിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് കഴിയുന്നത്ര സമയം സ്വാധ്യായം ചെയ്യണം. പല പുരാണ ഗ്രന്ഥങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക. അതുപോലെ പതുക്കെ ധ്യാനമൊക്കെ പരിശീലിക്കുക. കഴിയുന്നത്ര ക്ഷേത്രദർശനവും ഒപ്പം വ്രതം, ഉപവാസം തുടങ്ങി ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അതൊക്കെ ചെയ്തുകൊണ്ട് കഴിയുന്നത്ര ഈശ്വര ചിന്തയിൽ ഇരിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എത്ര കുറച്ച് ചെയ്താൽ പോലും അത് അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു നീക്കിയിരിപ്പാണ്. അതുകൊണ്ട് കഴിയുന്നത്ര സമയം വെറുതെ കളയാതെ സാധന ചെയ്യുക. പ്രായമാകുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഒരു ചിന്തയുണ്ട്, ഇനി എന്ത് ചെയ്യാനാണ് എന്ന ഭാവം. അതൊരിക്കലും പാടില്ല. ഏറ്റവും നല്ല സമയം നമുക്ക് ആധ്യാത്മികതയ്ക്കായിട്ട് മാറ്റിവെക്കാവുന്ന ഒരു നല്ല സമയമാണത്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിനായിട്ട് നമ്മുടെ ദിവസത്തിലെ കുറേ സമയം മാറ്റിവെക്കുക തന്നെ വേണം. ഇതിൻ്റെ കൂടെ മമത്വമില്ലാതെ, സംഘമില്ലാതെ മക്കളെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ നമുക്ക് സ്നേഹിക്കുകയും ചെയ്യാം. ഈ രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പ്രായമായി കഴിഞ്ഞാലും നമുക്ക് തന്നെ ഊർജ്ജസ്വലരായിട്ട് ജീവിക്കാം. ജീവിതത്തിൻ്റെ ആ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ആ ഒരു ചിന്ത തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തെ തരികയും ചെയ്യും. ആത്മജ്ഞാനം നേടുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ എന്നും എക്കാലത്തും ഒരുപോലെ സന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ളവർ പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത് ഒട്ടും. പ്രാകൃത ജനങ്ങൾ എന്നാൽ ഈ ലോക ജീവിതമാണ് സുഖം എന്ന് വിചാരിച്ച് ഈ ലോക ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന, അതുകൊണ്ട് തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കാതെ മത്സരബുദ്ധിയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കണം, എന്നാലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി തന്നേക്കാൾ മറ്റൊരാൾ ഉയരുന്നത് കാണുമ്പോൾ അസൂയയോടെ നോക്കിക്കാണുക. തനിക്കെന്തെങ്കിലും നേട്ടം വരുമ്പോൾ അതിൽ മതം ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുകയോ സംഘം ചേരുകയോ ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ ആ ദുർവാസനകൾ നമ്മെയും ബാധിക്കും. കാരണം ശുദ്ധമായ പാലാണെങ്കിലും ഒരു തുള്ളി വിഷം മതി നമ്മുടെ നാശത്തിനോ അല്ലെങ്കിൽ ആരോഗ്യം ചീത്തയാകാനോ. അതുകൊണ്ടാണ് ആത്മീയതയിലേക്ക് മുന്നേറണം എന്നാഗ്രഹിക്കുന്നവർ കഴിയുന്നതും ആദ്യ കാലഘട്ടത്തിലെങ്കിലും അവനവൻ്റേതായ ഒരു ലോകത്തിലേക്ക് ഒന്നൊതുങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ലോകത്തിലുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് പ്രധാനമായി പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് പരദൂഷണം, പിന്നൊന്ന് ആവലാതികൾ, പിന്നൊന്ന് ആകുലതകൾ. ഇതല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും പറയാനില്ല. നല്ല വർത്തമാനങ്ങൾ പറയുന്നവർ വളരെ കുറവാണ്. നമ്മുടെ സാധനയുടെ തുടക്കകാലത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിന്നില്ല എങ്കിൽ വീണ്ടും മനസ്സ് പൂർണ്ണമായും ആ ഒരു ഭോഗജീവിതത്തിലേക്ക് വഴുതിപ്പോകും. ഇതൊക്കെ തുടക്കത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആളുകളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് നമ്മുടേത് മാത്രമായ ഒരു ലോകത്തിൽ എങ്ങനെ ജീവിക്കും എന്നത് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ ഭഗവാനിൽ ഭക്തി കൊണ്ട് രസിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. മാത്രമല്ല ഇതൊക്കെ എൻ്റെ നല്ലതിനു വേണ്ടിയാണ്, എന്നെ ഉയർത്താൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടാകും.
മാത്രമല്ല ഈ ഇത്തരം ആളുകളുമായി കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് നമ്മൾ നമ്മെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ കുറെ നേരം സംസാരിച്ചത് കൊണ്ട് എന്താണ് കാര്യം? ആ പറയുന്ന അവർക്കോ കേൾക്കുന്ന എനിക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ? സമൂഹത്തിന് വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. വെറുതെ സമയം കളയാൻ. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അപ്പോൾ അതാണ് പറയുന്നത്, പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത്. തികച്ചും ഭോഗകാര്യങ്ങളിൽ മുഴുകുന്നവരെ അവരുടെ വഴിക്ക് വിടുക. നമുക്ക് നമ്മുടേതായ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുക. അവിടെ നമ്മളും ഭഗവാനും മാത്രം. ഒപ്പം ഭഗവാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരെ നമുക്ക് കൊണ്ടുതരും. അങ്ങനെയുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ വളരെ നല്ലതാണ്. അങ്ങനെ ഏകാന്തേ, അതുകൊണ്ടാണ് ഇവിടെ ഏകാന്തേ എന്ന് പറയാൻ കാരണം, ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവരുമായിട്ട് സഹവസിക്കാം, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാം. അല്ലാതെ അങ്ങനെ ആരെയും കിട്ടുന്നില്ല എങ്കിൽ ഏകാന്തമായിട്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായിട്ട് എനിക്ക് എന്നെ അറിയണം, എന്നെ അറിഞ്ഞാൽ മാത്രമേ ഈ ലോകത്തിൽ സന്തോഷമായി ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് ഉപനിഷത്ത് വാക്യങ്ങളുടെ അർത്ഥങ്ങളെ മനനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ, വൈദികമായ കർമ്മങ്ങൾ, പൂജാതി കർമ്മങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ ജ്ഞാനവും അകതാരിൽ ഉറച്ച് ചമഞ്ഞിടും. നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം ഉറച്ചു കിട്ടും എന്നാണ്. അങ്ങനെ ഉറച്ചു കിട്ടുമ്പോൾ മാനസേ വികൽപ്പങ്ങൾ ഏതും ഉണ്ടാകില്ല. വികൽപ്പം എന്നാൽ ഈ ഈശ്വരൻ വേറെ, ഞാൻ വേറെ എന്ന വികൽപ്പം, അത് ഉണ്ടാവുകയില്ല. ഇനി ആത്മാവ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആത്മാവ് എന്തല്ല എന്ന് പറഞ്ഞിട്ടാണ്. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേൾ, അത് എങ്കിൽ അതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും. അപ്പോൾ എന്താണ് ആത്മാവ് എന്നറിയാൻ എന്താത്മാവല്ല എന്നറിഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? അതാണ് ആത്മാവ്. അപ്പോൾ ആത്മാവല്ലാത്തത് ദേഹം, അത് ആത്മാവല്ല, ഞാനല്ല അത്. പ്രാണൻ, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇതൊന്നും തന്നെ ഞാനല്ല. ഞാൻ എന്ന ജീവൻ ഇതൊന്നുമല്ല. ഇവറ്റിൽ നിന്ന് മേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ. ഇവയോടൊന്നും ഒട്ടിക്കൂടാത്ത, പറ്റിക്കൂടാത്ത, മാനമില്ലാത്ത, അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത പരമാത്മാവ് താനെ, അത് വേറെ തന്നെയാണ്. നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം. ഇതിനോടൊന്നും ചേരാത്തത് കൊണ്ട് നിത്യശുദ്ധമാണ്. എന്നാൽ സാധാരണക്കാരന് അവ്യക്തമാണ്. അത് അറിവായി, ബോധമായി നമ്മുടെ ഉള്ളിൽ തെളിയേണ്ടതാണ്. അതാണ് ബുദ്ധം. തത്പദാത്മാ ഞാനിഹ ത്വത്പദാർത്ഥവുമായി. തത്, ആ ആത്മാവ് എന്താണ്? അത് ത്വത്പദാർത്ഥം, നീയാണ് എന്ന് ഒരു ഗുരു നമ്മളോട് പറയണം. പറയാൻ അതിനനുസരിച്ചുള്ള നമ്മൾ അതിനധികാരികളായി തീരണം. ആ ഒരു ജ്ഞാനത്തെ ഉൾക്കൊള്ളാനുള്ള അധികാരികളായി തീരണം. അങ്ങനെ ത്വത്പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ട്, ഈ ഗുരുവിൻ്റെ സാമീപ്യത്തിലുള്ള, ഗുരു കടാക്ഷത്താലുള്ള ജ്ഞാനം കൊണ്ട് എന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ഇവിടെ ഭഗവാനാണ് പറയുന്നത്, എന്നെ വഴി പോലെ നിനക്ക് കണ്ടറിയാം. ഇവിടെ ലക്ഷ്മണനോടാണെങ്കിലും ഇതറിയാൻ ആഗ്രഹിക്കുന്നവരോടായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ. ഏതൊരു അറിവാണോ നമുക്ക് ഭഗവാനെ കാട്ടിത്തരുന്നത്, ആ അറിവ് തന്നെയാണ് ഞാൻ.
ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. എന്നാൽ ഈ ജ്ഞാനം, അറിവ്, ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്, നീ ഈശ്വരനാണ് എന്ന് അറിഞ്ഞതുകൊണ്ടായില്ല. അത് വിജ്ഞാനമാകണം, അനുഭവപ്പെടണം. വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിന് സാധനമാകയാലേ. അപ്പോൾ ഈ വിജ്ഞാനമാണ് ഞാൻ ആ പരമാത്മാവാണ് എന്ന അറിവ് പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് വിജ്ഞാനമാണ് പ്രധാനം. സർവത്ര പരിപൂർണൻ ആത്മാവ് ചിദാനന്ദൻ, സർവസത്വ അന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. ഈ ആത്മാവിന്റെ ലക്ഷണം പറയുകയാണെങ്കിൽ സർവത്ര എല്ലായിടത്തും പരിപൂർണമായിട്ടുള്ള ചിത്ത് ആ ബോധസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, സർവസത്വങ്ങളുടെയും അന്തർഗതനാണ്, അപരിച്ഛേദ്യനാണ്. അങ്ങനെ മുറിച്ച് മുറിച്ച് കളയാനൊന്നും സാധിക്കില്ല. ഇവിടെ ശരീരങ്ങൾ മാത്രമേ വേറെയുള്ളൂ, ആത്മാവ് വേറെയില്ല. എല്ലാറ്റിലും ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകൻ, അദ്വയൻ. അദ്വയൻ എന്നാൽ രണ്ടില്ലാത്തത്. പരൻ, അവ്യയൻ, ജഗന്മയൻ, യോഗേശൻ, അജൻ, അഖില ആധാരൻ. എല്ലാറ്റിനും ആധാരം ഭഗവാനാണ്, പരമാത്മാവാണ്. എന്നാൽ ആ പരമാത്മാവിനാകട്ടെ വേറൊരാധാരമില്ല. അതുകൊണ്ട് നിരാധാരൻ, നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ. ജ്ഞാനം കൊണ്ട് മാത്രം നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സത്യമാണത്. ബ്രഹ്മാത്മകൻ, ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ. നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. ആ ഉപാധിയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന മായാമയൻ. ഇവിടെ മായയെ സൃഷ്ടിക്കുന്നത്, നമ്മുടെ ആ ഈശ്വരനിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് മായയാണ്. ആ മായയെ സൃഷ്ടിക്കുന്നതും ഭഗവാനാണ്. ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ. അറിയണം, ആദ്യം ഇങ്ങനെ ഒരു സത്യം ഉണ്ടെന്ന് അറിയണം, എന്നിട്ടത് വിജ്ഞാനമാകണം. യോഗിനാം ഏകാത്മനാം. ആ ഭഗവാനിൽ തന്നെ ഏകാഗ്രചിത്തത്തോടെ ഇരിക്കുന്ന യോഗികൾക്ക് മാത്രം ജ്ഞാനം ആചാര്യ ശാസ്ത്ര ഔഖ ഉപദേശ ഐക്യജ്ഞാനം. അങ്ങനെ ആ യോഗിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകന് ആചാര്യന്റെ ശാസ്ത്ര ഔഖം, ശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളുടെ ഉപദേശത്താൽ മനസ്സിൽ, ഉള്ളിൽ അത് പ്രകാശിക്കണം, ആ ജ്ഞാനം പ്രകാശിക്കണം. ആത്മനോരേവം, ആത്മാവിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ മനസ്സിൽ ഇപ്രകാരം ജീവപരയോഹോ, ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ആ ഒരു മൂലവിദ്യ, ഇത് രണ്ടിനും കാരണമായിരിക്കുന്ന ആ പ്രകൃതി, അതായത് പ്രകൃതിയാണ് ഇതിനെ വേർതിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ ജീവനെ കാണുന്നു, പ്രകൃതി എന്ന ആ ഒരു തടസ്സം നീങ്ങിയാൽ പരമാത്മാവിനെ കാണുന്നു. ഇനി ആത്മനി, നമ്മുടെ ഉള്ളിൽ കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന അവിദ്യയും അതിൻ്റെ കാര്യരൂപങ്ങളായ അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവയോടുകൂടി, അതാണ് കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ള ഒരവസ്ഥയല്ലോ മുക്തി. എന്താണ് മോക്ഷം? മുക്തി എന്നാൽ നമ്മുടെ ഉള്ളിലെ ആ പരമാത്മാവിൽ, ജീവാത്മാവിൽ ഈ അവിദ്യയും അവിദ്യയുടെ കാര്യങ്ങളായ അഹങ്കാരം, ബുദ്ധി തുടങ്ങിയവയും ഒരുമിച്ച് ലയിച്ച് ഇല്ലാതാകുന്ന അവസ്ഥ. പിന്നെ പരമമായ ആനന്ദം മാത്രം. ആ അവസ്ഥയുടെ പേരാണ് മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പത് ആത്മാവൊന്നേ. എന്നാൽ ഈ ലയത്തിലും ലയിക്കാതെ ഈ ആത്മാവ് വേറിട്ടെപ്പോഴും ഉണ്ടാകുന്നു. ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും. ഇങ്ങനെ ജ്ഞാനത്തെ അറിഞ്ഞ് ഇനി അനുഭവിച്ച് ഇതിനൊക്കെ വൈരാഗ്യം വേണം. വിഗതം രാഗം, ഈ ലോകത്തിലുള്ള എന്തിനോടെങ്കിലുമുള്ള ആ ഒരു ആസക്തി, അതൊക്കെ വിടണം. അത് വിടണമെങ്കിൽ ഈ ലോകം സത്യമല്ല എന്ന തിരിച്ചറിവ് നമ്മൾ ഉൾക്കൊള്ളണം.
ആ യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊള്ളണം, എങ്കിലേ വൈരാഗ്യം വരികയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ആ ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കുന്നത്. ഇങ്ങനെ ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇത് ഉള്ളവണ്ണമേ, അത് ശരിയായ രീതിയിൽ ആരോടെങ്കിലും പറവാനും ഇതറിവാനും നമ്മുടെ ഉള്ള് അത് അത്രയും ശുദ്ധമായിരിക്കണം. ഈ ജ്ഞാനം ഉള്ളിലേക്ക് എടുക്കാൻ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അതിനർത്ഥം ഇതാണ്: ആ ജ്ഞാനത്തെ ഉള്ളിലേക്ക് എടുക്കാനുള്ള ചിത്തശുദ്ധി കൈവന്നിട്ടില്ല. അതാണ് ഭഗവാനും പറയുന്നത്, ഉള്ളം നല്ല ഉണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. ഇത് പറഞ്ഞു കൊടുക്കാത്തത്, കാണുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കാത്തതിന് കാരണം ഇതാണ്. ഇത് തിരിച്ചറിയാൻ, അതിനെ ഒന്ന് സ്വീകരിക്കാനുള്ള മനസ്സ് വേണ്ടേ? അതില്ല. കാരണം ചിത്തത്തിൽ അത്രയധികം അശുദ്ധിയുണ്ട്. ആ അശുദ്ധി ഉള്ളവർക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കാനും സാധ്യമല്ല. പക്ഷേ ഇപ്പോൾ നീ ഈ ചോദിക്കുന്നത് തന്നെ അതറിയാനുള്ള അധികാരിയായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിനക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉദിക്കണമെങ്കിൽ നമ്മെ അത് ഉപദേശിച്ചു തരാൻ ഒരു ഗുരുവിനെ ആവശ്യമുണ്ട്. എന്നാൽ ഇതൊന്നും വേണ്ടാത്ത ഒരു കാര്യമുണ്ട്, ശുദ്ധമായ ഭക്തി. അതാണ് ഭഗവാൻ പറയുന്നത്, മദ്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ. ഇനി ഒരു ഗുരുവിനെ കിട്ടിയിട്ടൊന്നും കാര്യമില്ല, ഭക്തി വേണം. മദ്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം, ഇതൊക്കെ ദുർലഭമാണ്. മദ്ഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. അതേസമയം ഭക്തി ഉദിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സാന്നിധ്യം പോലുമില്ലാതെ നമുക്ക് ആ ഉള്ളിൽ ജ്ഞാനം ഉണ്ടാകും, കൈവല്യം, മുക്തി വരും. കാരണം ഈ ലോകത്തോടുള്ള മോഹം, രാഗം ഇതൊക്കെ ക്ഷയിക്കുന്നതും മുക്തി തന്നെയാണ്. ഇനി അതിനൊരു ഉദാഹരണം പറയുകയാണ്. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി രാത്രിയിൽ. ഇപ്പോൾ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഭഗവത്ഗീത വായിച്ചു, എന്നിട്ട് ജ്ഞാനം നേടാം എന്ന് വിചാരിക്കുന്നത്, അതായത് ഉള്ളിൽ ഭക്തിയൊന്നുമില്ല, അങ്ങനെ ഒരു ശുദ്ധ ഭക്തിയൊന്നുമില്ല, ചിത്തശുദ്ധിയില്ല. പക്ഷേ ഈ അറിവ് കൊണ്ട് നേടാം എന്ന് വിചാരിക്കുന്നത് രാത്രിയിൽ ഇരുട്ടത്ത് നടക്കുന്നത് പോലെയാണ്. അങ്ങനെ നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതേസമയം ഭക്തി എന്നത് കയ്യിൽ കത്തിച്ചു വെച്ച ഒരു വെളിച്ചമാണ്, പ്രകാശമാണ്. അതാണ് തൻ്റെ പദം ദീപമുണ്ടെന്നാകിലോ, തൻ്റെ കയ്യിലൊരു വെളിച്ചമുണ്ടെങ്കിൽ, ഒരു വിളക്കുണ്ടെങ്കിലോ നേരുള്ള വഴി അറിഞ്ഞിടാം ഇതവണ്ണമേ. എങ്ങനെയാണോ രാത്രിയിൽ നമുക്ക് തടസ്സമില്ലാതെ ഒരു വെളിച്ചം കയ്യിലുണ്ടെങ്കിൽ നടക്കാൻ സാധിക്കുന്നത്, അതുപോലെയാണ് ഉള്ളിൽ ശുദ്ധ ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനം പോലും നമുക്ക് തനിയേ കൈവരും. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭഗവാനിലുള്ള ഭക്തിയുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം വളരെ വ്യക്തമായിട്ട് കാണാം എന്നതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഇവിടെ ദുഃഖിക്കാൻ ഒന്നുമില്ല, ഇതൊക്കെ നമ്മളായിട്ടുണ്ടാക്കിയെടുക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ഭഗവാനിൽ ഭക്തി ഉണ്ടാകുമ്പോൾ ഈ ലോകത്തിനോടുള്ള ആസക്തി ഇല്ലാതാകും. അതാണ് ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഈ ലോകത്തെ ശരിയായ രീതിയിൽ കാണണമെങ്കിൽ ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാകണം. ഇനി ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ്. ഭക്തി കൊണ്ട് മാത്രം ഈ ഉള്ളിൽ ഈശ്വരൻ പ്രകാശിക്കും, നൂനം തീർച്ചയാണെന്നാണ് പറയുന്നത്. ഭക്തിക്ക് കാരണവും എന്തെന്നു കേട്ടാലും നീ. ഇനി ഭക്തി ഉറച്ചു കിട്ടാൻ എന്തു വേണം? മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമം. ഭഗവാന്റെ ഭക്തന്മാരോടായിരിക്കണം നമ്മുടെ കൂട്ട് എപ്പോഴും.
അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പ്രാകൃതന്മാരോടുള്ള കൂട്ട് ഒഴിവാക്കണം, സംഘം ഒഴിവാക്കണം. എന്നിട്ട് കൂടുന്നുണ്ടെങ്കിൽ അത് ഭക്തന്മാരോടായിരിക്കണം. മദ്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും. ഇനി നമുക്കത്രയും ആഴത്തിലുള്ള നിഷ്കളങ്കമായ ഭക്തി വന്നിട്ടില്ല എങ്കിൽ അങ്ങനെ വന്നു എന്ന് നമുക്ക് ബോധ്യമുള്ളവരെ സേവിച്ചാലും മതി. അവരോട് എന്നും സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ മതി. ഇനി ഏകാദശ്യാദി വ്രത അനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയും ഭഗവാന്റെ പുണ്യദിനങ്ങൾ ആഘോഷിക്കുക, വ്രതമെടുക്കേണ്ട ദിവസങ്ങളിൽ വ്രതമെടുത്ത്, ഇതൊക്കെ ഭക്തി ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനകളാണ്. പിന്നെ പൂജനം, കഴിയുന്നത്ര ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഭഗവാനെ പൂജിക്കാനായിട്ട് ഒരു പൂജാമുറി തന്നെ ഒരുക്കിയിട്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്തോത്രങ്ങൾ ചൊല്ലി പൂജിക്കുക. വന്ദനം, ഭാവനം, എല്ലായിടത്തും ഭഗവാനെ ഭാവന ചെയ്യുക. ദാസ്യം, ഭഗവാന്റെ ദാസനാണ് ഞാൻ, ഈ ലോകത്ത് ഭഗവാൻ ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി ചെയ്ത് എൻ്റെ യജമാനനായ ഭഗവാനെ സന്തോഷിപ്പിക്കുക. അതുമാത്രമായിരിക്കണം ജീവിത ലക്ഷ്യം. ഇനി നല്ല ഭോജനം അഗ്നി വിപ്രാണാം കൊടുക്കുകയും, ബ്രാഹ്മണന്മാർക്ക് അഗ്നിയെ കൊടുക്കുക, അവർക്ക് വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒപ്പം അവർ ദരിദ്രരാണെങ്കിൽ, ദരിദ്രരായ ബ്രാഹ്മണരുണ്ടെങ്കിൽ അവർക്ക് അന്നദാനം നടത്തുക. ഇനി മത് കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ. ഇതിൻ്റെ കൂടെ കഴിയുന്നത്ര ഭഗവാനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുക. ഭഗവാനെ അറിയാൻ നമ്മെ സഹായിക്കുന്ന പുരാണങ്ങൾ പാഠം ചെയ്യുക, അതായത് അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക. മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും ഒപ്പം ഭഗവത് ഭജനം, അതായത് ഭജന പാടി ആ നാമങ്ങൾ എങ്ങനെ സന്തോഷത്തോടെ അത് കീർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക, അതിൽ സന്തോഷിക്കുക. അതാണ് മുദ. സന്തോഷത്തോടെ ചെയ്യണം ഇതൊക്കെ. അതല്ലാതെ ഇതൊക്കെ ചെയ്താൽ എപ്പോഴോ എനിക്കൊരു പുണ്യം കിട്ടും എന്ന് വിചാരിച്ചല്ല, ചെയ്യുന്ന നിമിഷം തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. ഇത് എല്ലായ്പ്പോഴും വേണം, സന്തതം എല്ലായ്പ്പോഴും. ഇപ്രകാരം എങ്കൽ വർത്തിക്കും, എന്നിൽ മനസ്സ് വെച്ച് ഇരിക്കുക. അതാണ് ഭക്തി. നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഭക്തി. ഇങ്ങനെ വർത്തിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഇങ്ങനെ വരുന്ന ആ ഒരു ഈശ്വര അനുസന്ധാനമാണ് ഭക്തി. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഭക്തി തന്നെയാണ് ജ്ഞാനമായി തീരുന്നത്. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ, അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ. ഭക്തിയുക്തന് വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും, എന്നാൽ മുക്തിയും വരും. ഭക്തി ഉറച്ചു കിട്ടിയാൽ മതി, ബാക്കി തനിയേ വന്നുകൊള്ളും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജ്ഞാനവും വിജ്ഞാനവും വൈരാഗ്യവും എല്ലാം വന്നുകൊള്ളും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ. ഇവിടെ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, നീ ചോദിച്ചതനുസരിച്ച് മുക്തിമാർഗത്തെ താവക, നീ ചോദിച്ച പ്രശ്ന അനുസാരവശാൽ, നീ ചോദിച്ച പ്രകാരം ഉക്തമായതു ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. നിലക്കെന്നാലേ, നിന്റെ നിലക്കനുസരിച്ച്, നിന്റെ ആ ഒരു അധികാര ഭേദമനുസരിച്ച് എത്രത്തോളം അർഹതയുണ്ടോ അത്രത്തോളമേ പറഞ്ഞു കൊടുക്കാവൂ. അങ്ങനെ നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. നിന്റെ നിലയനുസരിച്ച് നിനക്കിത് സ്വീകരിക്കാം. അതാണ് നിലക്കെന്നാലേ ധരിക്ക നീ. കാരണം ഇത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കരുത്. അതാണ് വക്തവ്യമല്ല. ആളും തരവും നോക്കി മാത്രമേ പറയാവുള്ളൂ. വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം. ഇത് രഹസ്യമാണ്. രഹസ്യം എന്നാൽ പറഞ്ഞാൽ മനസ്സിലാകുന്നവരോട് മാത്രം പറയേണ്ടത്. മമ ഭക്തന്മാർ കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ.
എന്നിൽ ഭക്തിയുള്ളവരോട് മാത്രമേ ഇത് ഉപദേശിക്കാവുള്ളൂ. ഇവിടെ ഭക്തി എന്നതുകൊണ്ട് ആ ഒരു ഭഗവാനിലുള്ള വിശ്വാസം തുടക്കമാണ്. എങ്കിൽ പോലും ഭഗവാനെ അറിയണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഭക്തന്മാർക്കൊഴിഞ്ഞു ഉപദേശിച്ചിടരുതല്ലോ, ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നയാളാണ് എങ്കിൽ അവൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അറിവ് ഉണ്ട് എന്ന് പോലും അറിയില്ലായിരിക്കാം. അത്തരക്കാരോട് പറയണം, ഒട്ടും മടിക്കാതെ പറയണം. വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ, അവനിൽ ഉള്ള വിശ്വാസം, അതായത് ഭഗവാന്റെ ഭക്തനാണ് എന്ന് നമുക്കുറപ്പ് വന്നാൽ അവരോട് പറയണം. ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിത്. ഭക്തിയും വിശ്വാസവും ശ്രദ്ധ എന്നാൽ അടിയുറച്ച വിശ്വാസം. ഇങ്ങനെയുള്ള മർത്യൻ ഇത് നിത്യമായി പാഠം ചെയ്യിൽ, ഈ ഒരു ഭാഗം മാത്രം പാഠം ചെയ്താൽ അജ്ഞാനമകന്നുപോകും. ഈ പാഠം ചെയ്യുക എന്നാൽ വെറുതെ വായിക്കുകയല്ല, അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം. അപ്പോഴേ ഇതൊക്കെ പുണ്യമായി തീരുള്ളൂ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. രാമായണം വായിച്ചാൽ പുണ്യം, ഭഗവത്ഗീത വായിച്ചാൽ പുണ്യം എന്നൊക്കെ പറയുന്നത് വെറുതെ പുണ്യമല്ല. ഈ ഒരു ചിന്ത ഉള്ളിൽ വന്ന് ആ ചിന്തയിലൂടെ കർമ്മങ്ങൾ നല്ലതായി തീരണം. നല്ല കർമ്മങ്ങളാണ് നല്ല ജന്മത്തിന് കാരണമായി തീരുന്നത്. അതാണ് പുണ്യമായി തീരുന്നത്. അല്ലാതെ കേട്ടതുകൊണ്ട് മാത്രം പുണ്യം എന്ന് പറയാൻ സാധിക്കില്ല. ഇനി ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. അപ്പോൾ ഭക്തിയുള്ളവർക്ക്, അങ്ങനെയുള്ളവരെ ഭഗവാൻ യോഗീന്ദ്രന്മാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിത, അവരുടെ ഉള്ളം കൈയിലാണ് മുക്തി എന്നറിഞ്ഞാലും നീ അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് നിഷ്കളങ്കമായ ഭക്തി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് ഭഗവാന് പറയാനുള്ളത്.